എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഞാൻ കുറച്ചു സമയം താമസിച്ചു പോയി, അതിന് ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. Shri Beni Behanan, Shri T.N. Pratapan, our candidates, Shri T.J. Saish Kumar Joseph, and Shri M.P. Jackson. Ji, I welcome all of you to this meeting today. വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. As you know, the Congress Party has an old association with Kerala. It was the Congress Party in 1921 that first asked for the unified state of Kerala. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളവുമായിട്ട് വളരെ ദീർഘമായ പഴയ ഒരു ബന്ധമുണ്ട്. 1921 കോൺഗ്രസ് പാർട്ടിയാണ് ഒരു ഐക്യ കേരളം എന്ന ആഹ്വാനം ഇവിടെ മുഴക്കിയത്. And members of the Congress Party through the decades have had the honor of serving all of you. കോൺഗ്രസ് പാർട്ടിയുടെ അംഗങ്ങൾ അനേകം ദശകങ്ങളായി നിങ്ങളെ ഓരോരുത്തരെയും സേവിക്കാനുള്ള ഭാഗ്യവും ആദരവും കോൺഗ്രസ് പാർട്ടിയുടെ അംഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. You have an old association with Shri Karunakaranji as well. നിങ്ങൾക്ക് ശ്രീ കരുണാകരൻജിയുമായിട്ട് വളരെ പഴക്കമുള്ള ഒരു ബന്ധമുണ്ട്. His heart beat for you. He served you selflessly. അദ്ദേഹത്തിന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി മിടിച്ചിരുന്നു. നിസ്വാർത്ഥമായി അദ്ദേഹം നിങ്ങളെ സേവിച്ചിരുന്നു. In this election, I am very happy and proud to say that the Congress is putting forward a team which consists of the wisdom and experience of our senior leaders, and with them, over 50% of our candidates are young, between the age of 25 and 45. എനിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും പരിചയവും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരുടെ ഊർജവുമുള്ള 50%-ലധികം സ്ഥാനാർത്ഥികൾ, 25-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെയും കൂടി ചേർത്തിട്ടുള്ള ഒരു പട്ടിക സ്ഥാനാർത്ഥി നിരയാണ് കോൺഗ്രസ് പാർട്ടിയും UDF-ഉം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I left home early morning yesterday and I was traveling through different constituencies till about 10:30 at night. ഇന്നലെ രാവിലെ വളരെയധികം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ഇന്നലെ മുഴുവൻ രാത്രി 10:30 വരെ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. I campaigned for a young girl who comes from a very modest family, who has struggled, fought a panchayat election and is now proudly fighting the assembly election. ഇന്നലെ ഞാൻ പ്രചരണം നടത്തുമ്പോൾ വളരെ ചെറുപ്പക്കാരിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയുണ്ടായി. വളരെ സാധാരണമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ന് അഭിമാനത്തോടുകൂടി അസംബ്ലി ഇലക്ഷൻ വേണ്ടി പൊരുതുന്ന ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. I campaigned for a poet. ഞാനൊരു കവിത എഴുതുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. Who feels the pain of the people of Kerala so much that he is able to write poetry about it. കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്ന വിഷമം വളരെയധികം മനസ്സിലാക്കാൻ, അത് അനുഭവിക്കാൻ കഴിയുന്ന ആളാണ് ആ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് അവരെ പറ്റി എഴുതാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും. He feels for you and feels for your future. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. I campaigned for activists. സാമൂഹ്യ പ്രവർത്തകയായ ഒരാൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തി. Who stood shoulder to shoulder with cashew farmers and who fought for the rights of the rubber farmers. കശുവണ്ടി തൊഴിലാളികളുടെയും അതുപോലെ റബ്ബർ മേഖലയിലും പണിയെടുക്കുന്ന കർഷകരോട് തോളോട് തോൾ ചേർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇന്നലെ ഞാൻ പ്രചരണം നടത്തുകയുണ്ടായി. And I also campaigned for ex-ministers, for people who had served in the government of Kerala before, who are experienced and wise and understand what the politics of Kerala requires. അനുഭവ സമ്പത്തുള്ള കേരളത്തിലെ മുൻ മന്ത്രിമാർക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അത് മനസ്സിലാക്കാനുള്ള വിവേകവും അനുഭവമുള്ള മുൻ മന്ത്രിമാർക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. So what we are putting forward to you in this election is a solid team of experienced people, of young people, and most importantly,
we are putting before you a vision document for the future of Kerala. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അനുഭവ സമ്പത്തും ജ്ഞാനവുമുള്ള അതോടൊപ്പം തന്നെ യുവത്വത്തിന്റെ ഊർജ്ജമുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭാവി സ്പഷ്ടമാക്കുന്ന വ്യക്തമാക്കുന്ന ഭാവിയെക്കുറിച്ച് ഊന്നൽ നൽകുന്ന ഒരു കാഴ്ചപ്പാടുള്ള വിഷൻ ഡോക്യുമെന്റ്, ഒരു പ്രകടന പത്രികയും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. Our leaders traveled across Kerala in the last few months. They spoke to all sections of society, to fishermen, to cashew farmers, to people in the rubber industry, in the coir industry, to my sisters, to everybody. And after these discussions, they developed this document which they felt reflected your voice and your wishes for the future. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള സഹപ്രവർത്തകരും നേതാക്കളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെയുള്ള എൻ്റെ സഹോദരിമാർ, അതുപോലെ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവർ, കർഷകർ, ഇവരോടെല്ലാം സംസാരിച്ചുകൊണ്ട് ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രകടന പത്രിക തയ്യാറാക്കുകയുണ്ടായി. അത് ഭാവിയെക്കുറിച്ചുള്ള കേരളത്തിലെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അതിൽ പ്രതിഫലിക്കുന്നത്, അതിൽ നിങ്ങളുടെ ശബ്ദമാണ് പ്രതിഫലിക്കുന്നത്. Now when people from outside Kerala like me look towards your state, we see a state which is naturally beautiful. എന്നെ പോലെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ കേരളത്തെ ഉറ്റുനോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് സ്വാഭാവികമായി വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം, a society which is highly educated, ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഒരു സമൂഹം, a society in which women get good opportunities to work, to flourish. ഒരു സമൂഹം, അതിൽ ഇവിടെയുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ അവരുടെ കഴിവ് തെളിയിക്കാനും ധാരാളം അവസരം കിട്ടുന്ന ഒരു സമൂഹം. We see mosques, temples, churches coexisting peacefully. ഇവിടെ മോസ്കുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം സമാധാനത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞങ്ങൾ കാണുന്നു. People mingling happily in each other's festivals. ആളുകൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു കാഴ്ച കേരളത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. And personally, whenever I have gone anywhere and seen that there is someone from Kerala working in that company or working in that shop or that office, I immediately know that he is a dedicated, loyal, efficient an intelligent person. ഞാൻ എവിടെ പോകുമ്പോഴും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കേരളത്തിലെ ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കടയിൽ ഒരു മലയാളി ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ആളിനെ കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ സാധിക്കും കഴിവുള്ള ആളാണ്, കഠിനാധ്വാനിയാണ്, വിശ്വസ്തനാണ്, ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We see all your beautiful products, all the beauty and the culture and the understanding that you have contributed to India. നിങ്ങളുടെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങൾ ഭാരതത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മനോഹരമായ അനേകം ഉൽപ്പന്നങ്ങളും സൗന്ദര്യവും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. And the most beautiful thing about this is that there is not one single politician, one single person who can take the credit for what Kerala is today. ഇതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു രാഷ്ട്രീയക്കാരന്, ഒറ്റ ഒരാൾക്ക് കേരളം എന്താണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, ഒരാൾക്ക് അത് എടുക്കാൻ സാധിക്കില്ല. The full credit for what Kerala is today goes to you. ഇന്ന് കേരളം എന്താണോ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. To the people of Kerala. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. To my hard-working sisters and brothers and their forefathers who have built this land, this culture, your traditions with their sweat and blood. കേരളം എന്താണോ അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് കഠിനാധ്വാനികളായ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അതുപോലെ ഈ കേരളം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങളുടെ മുൻഗാമികൾക്കുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And it is for this reason that even somebody from outside Kerala like me feels angry when the people of Kerala are ignored. എനിക്ക് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള ഒരാളാണെങ്കിലും എന്നെ പോലെയുള്ള ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ ദേഷ്യമുണ്ടാകുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. It is for this reason that we in the Congress party believe
that the politics of Kerala has to be driven by the people of Kerala. അതേ കാരണം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലുമുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. It is you who must decide for your future. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. It is you who have the power to make and change your future. നിങ്ങൾക്കാണ് നിങ്ങളുടെ ഭാവി നിർമ്മിക്കാനും ഭാവി മാറ്റാനുമുള്ള അധികാരവും ശക്തിയും ഉള്ളത് നിങ്ങൾക്കാണ്. And it is especially to my young friends sitting in front here that I want to say that understand this power, own this power. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് ഈ പെൺകുട്ടികളോട് പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. Don't ever allow anyone to distract you from what are the real issues of your election. ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരിക്കലും നിങ്ങൾ ആരെയും അനുവദിക്കാതിരിക്കുക. Ask them, what is your plan? അവരോട് ചോദിക്കുക, നിങ്ങളുടെ പദ്ധതി എന്താണ്. If you are a woman, ask what are they doing for you. നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you are a worker, ask what are they doing for you. നിങ്ങൾ ഒരു തൊഴിലാളിയാണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you own a small business or a shop, ask what are you going to do to make me stronger. നിങ്ങൾക്ക് ഒരു ചെറിയ വ്യവസായം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കടയുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you are a farmer, ask will you get the right price for your crop. Will they support you when there is trouble. നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങളുടെ വിളകൾക്ക് നിങ്ങൾ കൃത്യമായ വില തരുമോ, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുമോ, ഞങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന് അവരോട് ചോദിക്കുക. This is your duty as a citizen of Kerala and a citizen of India. ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ, കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. So I have come here today to tell you precisely this. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി ഈ കാര്യം നിങ്ങളോട് പറയാനാണ്. I have come to tell you what the Congress party and the UDF are planning for your future. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. We know and we recognize how difficult these 5 years have been. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. We saw that you placed your hope in the LDF in the last election. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചത് LDF ഗവൺമെന്റിലാണ്. And in your wisdom, you wanted to experience what an LDF government can do for you. നിങ്ങളുടെ എല്ലാ വിവേകം കൊണ്ടും നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചു ഒരു LDF ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നത്. They made promises one after the other. ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വാഗ്ദാനങ്ങൾ അവർ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. They promised you 20 lakh jobs. നിങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. They didn't give you any. പക്ഷേ അവർ ഒന്നും നിങ്ങൾക്ക് നൽകിയില്ല. In fact, regrettably, as soon as they came into power, they filled up government posts with their own people. പക്ഷേ നിങ്ങൾക്കറിയാമോ, അവർ ഗവൺമെന്റിൽ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഗവൺമെന്റ് തസ്തികകൾ അവരുടെ ആൾക്കാരെ കുത്തി നിറയ്ക്കുകയാണ് LDF ഗവൺമെന്റ് നിങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് പകരം ചെയ്തത്. When thousands of young people all across Kerala protested, they were suppressed, they were beaten. കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരെ അടിച്ചമർത്തുകയുണ്ടായി, അവരെ മർദ്ദിക്കുകയുണ്ടായി. They promised you support for the rubber industry. റബ്ബർ വ്യവസായത്തിന് പിന്തുണ നൽകും എന്ന് അവർ പ്രഖ്യാപിച്ചു, അവർ വാഗ്ദാനം നൽകും. Instead, they allowed unchecked imports of rubber. പക്ഷേ അതിനു പകരം അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇറക്കുമതിയാണ് അവർ അനുവദിച്ചു കൊടുത്തത്. And crippled the industry. ആ വ്യവസായത്തെ മുട്ടിൽ നടത്തുകയാണ് ചെയ്തത്, ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. The greatest suffering that happened in the last year or two was that small businesses, shop owners, people who were struggling to make their living with their own incentive and their own initiative were beaten down, not just by the central government's GST, not just by the demonetization that came before that, but after the corona pandemic. In between, when the lockdown was imposed, there was great suffering, and the people who bore the brunt of it were the very small
industries, the small shop owners, and the small businesses of India. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ, സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ, സ്വന്തം താല്പര്യത്തോടുകൂടി ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നവർ, അവരെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പല നയങ്ങൾ കൊണ്ടും നോട്ട് നിരോധനം കൊണ്ടും അതുപോലെ തന്നെ വികലമായി നടപ്പിലാക്കിയ ഒരു GST കൊണ്ടും അതിനുശേഷം വന്ന കൊറോണ പാൻഡമിക് സമയത്തുണ്ടായ ലോക്ക്ഡൌൺ കൊണ്ടും ഇതൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടെയുള്ള ഇടത്തരം കച്ചവടക്കാരും ഇടത്തരം വ്യവസായം നടത്തുന്നവരും സ്വയം സംരംഭകരുമാണ്. So because we understand what you have been through, we understand that you have seen a series of broken promises, that you have not been supported, that you have been weakened, that the government has worked for the corporates but not for you. We spoke to economists, we spoke to people in the Congress party and outside and asked them what is it we can do to help you stand on your feet again and to help you to get through this phase. ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പാലിക്കപ്പെടാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ കണ്ടതുകൊണ്ട്, നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെ സാമ്പത്തികമായും മറ്റും കടന്നു പോയതുകൊണ്ട്, ഈ അവസ്ഥകൾ മനസ്സിലാക്കിയതുകൊണ്ട് നിരവധി സാമ്പത്തിക വിദഗ്ധരോടും കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ടവരോടും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറാൻ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. So the answer actually was quite straightforward. വളരെ നേരിട്ടുള്ള ഒരു ഉത്തരമാണ് അതിന് ഞങ്ങൾക്ക് കിട്ടിയത്. What they said was that if you want to restart the economy, you want to re-energize it, the answer is to put money in the hands of people. ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം വളരെ ലളിതമാണ്. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ചലിപ്പിക്കണമെങ്കിൽ, അതിന് വീണ്ടും ഊർജം പകരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ പണം നൽകുക, ധനം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന ഉത്തരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. Once you put money in the hands of people, they use that money, they spend it, they regenerate spending, and small shops, small businesses benefit, and in turn they also regenerate. അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ പൈസ ചെലവാക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ചെലവാക്കുമ്പോൾ ഇവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കും. ചെറിയ കച്ചവടക്കാർക്ക് ലാഭമുണ്ടാകും, അവരും ചെലവാക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വീണ്ടും പുനരുൽപാദനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതുജീവൻ കൈവരും. സമ്പദ് വ്യവസ്ഥ കൂടുതൽ സജീവമായി തുടങ്ങും. This does two things. It recognizes your strength and your power. It supports you to stand up. And it also strengthens the economy. ഇത് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇത് നിങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നു, നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ, അതിജീവിക്കാൻ പ്രാപ്തരാകുന്നു. രണ്ടാമതായി ഇത് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും വീണ്ടും ചലിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. So the first thing that the Congress party and the UDF government will do will implement the Nyaya Yojana. അതിന്റെ പേരിൽ ഇത് പറഞ്ഞതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയും UDFും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ന്യായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും. The Nyaya Yojana basically puts 6,000 rupees directly into the account of all poor families every month. ന്യായ പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദരിദ്രരായ എല്ലാ കുടുംബങ്ങളുടെയും അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 6,000 രൂപ നിക്ഷേപിക്കുക എന്നതാണ് ഈ പദ്ധതി UDF ഗവൺമെന്റ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. For housewives who do not fall under that scheme but are between the age of 40 and 60, 2,000 rupees will be put directly into your accounts every month. ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത വീട്ടമ്മമാർക്ക്, 40 വയസ്സിനും 60നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് UDF അധികാരത്തിൽ വന്നാൽ 2,000 രൂപ നിക്ഷേപിക്കും എന്ന വാഗ്ദാനവും ഞങ്ങൾ നൽകുന്നു. You are looking very happy. നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതുപോലെ തോന്നുന്നു. But you should be happy because it is the first time that a party or a government is recognizing what the housewife does. നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവണം. കാരണം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഗവൺമെന്റോ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരവും വിലയും കൊടുക്കാൻ പോകുന്നത്. You know, I joined politics when I was 47 years old. ഞാൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചേർന്നത് But from the age of 25 to 47 I was a housewife. ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നത് 47ാമത്തെ വയസ്സിലാണ്. പക്ഷേ 25 വയസ്സ് മുതൽ 47 വയസ്സ് And you may think that this Priyanga Gandhi, I wonder if she cleaned her house. But I cleaned my house, I cooked food, I looked after my children, and I did all the things that you do in my own way. ഞാൻ 25 മുതൽ 47 വയസ്സ് വരെ വീട്ടമ്മയായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഈ പ്രിയങ്ക ഗാന്ധി ഇതൊക്കെ ചെയ്യുമോ? പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് പാചകം ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്, എൻ്റെ കുട്ടികളെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തിട്ടുണ്ട്. It made me happy to do it, and I learned one very big thing from it.
I learned that nothing is more important than the work you do. That എന്നെ അത് without you, the children don't prosper. Without you, the family is not happy. When you take care of them, that is when they can go out and they can earn. So, I learned to respect the work of the housewife. ഞാനത് സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിയുടെ മൂല്യം എനിക്ക് മനസ്സിലായി. നിങ്ങളില്ലാതെ കുട്ടികൾ വളരില്ല, കുടുംബം മുൻപോട്ട് പോകില്ല, കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാവില്ല, നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിൻ്റെ മൂല്യം എനിക്കറിയാം. വീട്ടമ്മമാർ ചെയ്യുന്ന ജോലിയുടെ മൂല്യം എനിക്കറിയാം. And to be honest, every government and every political party needs to learn the same thing. സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതേ കാര്യം ചെയ്യണം. വീട്ടമ്മമാർ ചെയ്യുന്ന ജോലിയുടെ മൂല്യം മനസ്സിലാക്കണം. So the 2,000 rupees a month is to help you to stand up for yourself in your own way. ഈ 2000 രൂപ ഓരോ മാസം നിങ്ങൾക്ക് 2000 രൂപ നൽകുന്നത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന തുകയാണ് ആ 2000 രൂപ. The UDF has committed to building 5 lakh homes for the homeless. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. It has committed to giving you the minimum support price for rubber, coconut and paddy, which the LDF government has not given you. അതുപോലെ തന്നെ റബ്ബറിനും നാളികേരത്തിനും നെല്ലിലും വേണ്ട അടിസ്ഥാന താങ്ങുവില LDF ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത താങ്ങുവില നൽകുമെന്നും UDF നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In its vision document, it has also committed to increase the welfare pension to 3,000 rupees. ഈ പ്രകടന പത്രികയിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും എന്ന വാഗ്ദാനവും ഞങ്ങൾ നൽകുകയാണ്. For all of those who hold white ration cards, you will get 5 kilos of rice free. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യ അരി നൽകുമെന്ന വാഗ്ദാനവും ഞങ്ങൾ നൽകുന്നു. There will be a fuel subsidy for auto drivers, taxi drivers, fishermen and women. ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഇന്ധന സബ്സിഡിയും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. There will be hostels and short stay homes for women in small towns. ചെറിയ നഗരങ്ങളിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും താമസിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റലുകളും ഹ്രസ്വകാലത്തേക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. Special scholarship for children of single mothers. അമ്മമാർ ഒറ്റയ്ക്ക് വളർത്തുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. A 2-wheeler incentive for women who are working in the unorganized sector. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി 2 വീലർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസെന്റീവ് പ്രത്യേകമായി ഉണ്ടാകും. Yesterday when I announced this in a meeting, the biggest cheer came from a man. ഇന്നലെ ഇതേ കാര്യം So I told him it's not for you. ഇന്നലെ ഇതേ കാര്യം ഞാനൊരു മീറ്റിംഗ് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ കയ്യടി വന്നത് ആ സൈഡിലുള്ള ഒരു പുരുഷൻ. In schools, colleges and university in Kerala. കേരളത്തിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതങ്ങളും നടക്കുന്നുണ്ട്. We propose a new law to end this discrimination. ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ നിയമം നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നു. We have named it the Rohit Vemula Act. ആ നിയമത്തെ ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രോഹിത് വെമുല നിയമം എന്നാണ്. After the young man who died fighting this kind of discrimination. ഇങ്ങനെയുള്ള വിവേചനത്തിന്റെ പേരിൽ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, രോഹിത് വെമുല. ആ പേരിലാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവരുന്നത്. Because politics in Kerala has become in many ways violent and driven by tension due to the policies of the LDF, we also propose to set up a peace and harmony department to ensure that this kind of tension, political murders in the state and do not continue to happen, and the politics of anger and hate is challenged. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം പലപ്പോഴും അക്രമത്തിന്റെയും സംഘർഷങ്ങളുടെയും പാതയിൽ മുൻപോട്ട് പോകുന്നതുകൊണ്ട് അത്തരം ഒരു രാഷ്ട്രീയം ഇവിടെ നടക്കില്ല. അതിന് തടയിടുന്നതിന് വേണ്ടി പീസ് ആൻഡ് ഹാർമണി ഡിപ്പാർട്ട്മെന്റ്, സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും അതിനുവേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഞങ്ങൾ സ്ഥാപിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. This is the beautiful land of Sri Narayan Guru. ഇത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാന്മാരുടെ മനോഹരമായ ഭൂമിയാണ്. Centuries ago, he preached what we all talk about today. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിനെപ്പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ചു.
He talked about equality, അദ്ദേഹം സമത്വത്തെക്കുറിച്ച് സംസാരിച്ചു, about brotherhood, സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചു, about peace and harmony. സമാധാനത്തെക്കുറിച്ചും ഒത്തൊരുമയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചു. All those things that make a society strong. ഈ കാര്യങ്ങളെല്ലാമാണ് ഒരു സമൂഹത്തെ ശക്തമാക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിച്ചു. Those things that make states and countries able to prosper. ഈ കാര്യങ്ങളാണ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും സമൃദ്ധിയിലേക്ക് മുൻപോട്ട് പോകാൻ, സമൃദ്ധമാക്കാൻ സഹായിക്കുന്നതും കഴിവുള്ളതാക്കുന്നതും. So I stand before you today to ask you only one thing. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നിങ്ങളോട് ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്. To use the weapon that democracy has given you with wisdom. നിങ്ങൾക്ക് ജനാധിപത്യം നൽകിയിട്ടുള്ള ആയുധത്തെ വിവേകത്തോടുകൂടി ഉപയോഗിക്കുക എന്ന ഒറ്റ കാര്യം ചോദിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. You have seen many of us come on stage before you and make big speeches and make promises. ഞങ്ങളെ പോലെയുള്ള ധാരാളം ആളുകളെ ഇങ്ങനെ സ്റ്റേജിൽ വന്നു നിന്ന് വലിയ വലിയ പ്രസംഗങ്ങളും വലിയ വാഗ്ദാനങ്ങളും ഒക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. I am sure you recognize the ones who are telling the truth, who really care about you, and the ones who don't. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളോട് സത്യം പറയുന്നത് ആരാണെന്നും നിങ്ങളോട് കരുതലുള്ളത് ആരാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തിരിച്ചറിയാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. The biggest and easiest difference to make between them is who is talking about your issues. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Who is talking about your development? നിങ്ങളുടെ വികസനത്തെ പറ്റി ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. Who is talking about what takes your state forward? നിങ്ങളുടെ സംസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ആരാണ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. And who is trying to distract you by talking about things that divide you? നിങ്ങളെ വിഭജിക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ച് ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. By making you angry with one another. നിങ്ങൾ പരസ്പരം ദേഷ്യമുള്ളവരാക്കി തീർക്കുന്നതിലൂടെ. By creating divisions on the lines of caste, religion. ജാതിയുടെ മതത്തിന്റെയും പേരിൽ നിങ്ങളെ വിഭജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കുന്നത് ആരാണ്? It's very clear that when that is being done, when people stand on this stage and talk about dividing you, they are not interested in your progress, and they are doing so because they have no ideas for your future. നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വേദിയിൽ നിന്നുകൊണ്ട് ജാതിയെ പറ്റി മതത്തെ പറ്റി സംസാരിച്ച് നിങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്, അവർക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ ഒരാശയങ്ങളുമില്ല. നിങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും സംസാരിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ വിഭജിക്കുന്ന ജാതിയെയും മതത്തെയും കുറിച്ച് സംസാരിക്കുന്നത്. So I ask only this, that you vote in a government that works for you, that is dedicated to serve you, that understands that the duty of every member of its party, every member of its government is to make Kerala prosper and to put power back in the hands of the people of Kerala. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആര് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആർക്കാണോ നിങ്ങളോട് പ്രതിബദ്ധതയുള്ളത്, നിങ്ങൾ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയും വികസനത്തിനും സമൃദ്ധിക്ക് വേണ്ടിയും ആര് പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ശക്തി നിങ്ങളിലേക്ക് ആര് തിരിച്ചറിയുന്നു, അങ്ങനെ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന ഒരേ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. I would like to call forward the candidates Sri T.J. Saish Kumar Joseph and Sri M.P. Jackson. You have both youth and experience here, fighting for you and dedicating themselves to making a stronger, better future for you. So I hope that you will vote for them, you will bring the UDF into power, so that all these things that we have spoken about today can be done and the promises can be fulfilled and you can have a brighter future. Thank you very much for listening so patiently. Jai Hind. ഇവിടെ യുവത്വവും അനുഭവ സമ്പത്തും സമന്വയിപ്പിക്കുന്ന രണ്ട് നമ്മുടെ UDF നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഒരു പ്രസന്റേഷൻ കൊടുക്കും, കോൺഗ്രസിന് വേണ്ടി ഷേബി ഒരു പ്രസന്റേഷൻ. ദിസ് ഈസ് ദ മുനിസിപ്പൽ ചെയർമാൻ.
മാധ്യമപ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സനീഷ് കുമാറിനെയും ശ്രീ ജാക്സനെയും വിജയിപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യോഗം അവസാനിച്ചു.